ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫ്യൂസ് കുക്കിംഗ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് കുഞ്ഞി പൊറാട്ടയുടേതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പുതിയതായി ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കുഞ്ഞി പൊറാട്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചോറാണ് കേട്ടോ. 1 കപ്പ് ചോറും 2 കപ്പ് മൈദയും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ പൊറാട്ട തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 15 പൊറാട്ട നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ്. എനിക്ക് 15 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോറിൻ്റെ കൂടെ നമ്മൾ ഒരു മുട്ട കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം മുട്ട പൊട്ടിച്ച് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരവിനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബൗളിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതാ ചോറ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ടാണ് നമ്മളിന്ന് മൈദ കുഴച്ചെടുക്കുന്നത്. അപ്പം ഞാനിതാ ഈ ഒരു തട്ടിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും കപ്പ് നിറയെ ഞാൻ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് മൈദയും ഞാൻ ഈ തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം മാവ് ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെച്ചതായിരുന്നു. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് നമുക്കിതിൽ മുകളിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഒരു 3-4 ബോളുകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം വളരെ തിന്നായിട്ട് നേരിയ രൂപത്തിൽ പരത്തിയെടുക്കാം. അതിനു മുമ്പ് പലകയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ ഇതിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി വളരെ നല്ല രീതിയിൽ വളരെ തിന്നാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉള്ളത് കാരണമാണ് കേട്ടോ ഞാൻ പരത്തുന്നൊന്നും വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ നല്ലപോലെ വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാവിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ നമുക്ക് തടവി കൊടുക്കാം. കുറച്ചെന്നല്ല കുറച്ചധികം തന്നെ നമുക്ക് ഓയിൽ തടവി കൊടുക്കാവുന്നതാണ്. കാരണം ഇതൊന്ന് മടക്കിയാണ് എടുക്കുന്നത്. ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ എല്ലായിടത്തും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ പരത്തിയ മാവ് ഞാനിതാ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഓരോ ബോളുകളാക്കി ഉരുട്ടാനായിട്ട് ഇതുപോലെ പാകത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇരിക്കും കേട്ടോ കാണാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായി പരത്തി ചുട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല ലെയറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത് ചുട്ടെടുക്കുമ്പോൾ അതുപോലെ തന്നെ പൊള്ളി വരുന്നതാണ്. അപ്പം ഞാനിതാ ഒരു പൊറാട്ടയുടേത് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്രത്തോളം ഓയിൽ ആഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ലെയറുകൾ ക്ലിയറായി കിട്ടും. അപ്പോൾ ബാക്കിയുള്ള മാവും ഞാനിതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഞാനിതാ ഇവിടെ സ്റ്റവ് ഓൺ ചെയ്ത് ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാനിലാവുമ്പോൾ നമുക്ക് 2-3 പൊറാട്ടയൊക്കെ ആയിട്ട് ചുട്ടെടുക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ പരത്തിയതിൽ നിന്ന് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പൊള്ളി വരാനായിട്ട് കാത്തു നിൽക്കരുത് കേട്ടോ. ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഈ ഭാഗം ഏകദേശം വേവായി വരുന്ന സമയത്ത് നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഓയിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊറാട്ടയുടെ ഒരു ഭാഗം നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ ഇത്. കുട്ടികൾക്ക് പ്രായമുള്ളവർക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് നല്ല എളുപ്പമാണ് കാരണം സാധാരണ പൊറോട്ടയുടെ പോലെ ഒരു ഉറപ്പൊന്നും ഉണ്ടാവില്ല ചോറ് കൂട്ടുന്നത് കാരണം. ചിക്കൻ കറിയോ എഗ്ഗ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. അപ്പോൾ പൊറാട്ടയുടെ 2 ഭാഗവും നല്ല അടിപൊളിയായിട്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചൂടാറുന്നതിന് മുമ്പായിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ബാക്കി മാവ് പരത്തിയതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കുഞ്ഞി പൊറാട്ടയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.